ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കൊന്ന് പ്രാക്ടീസ് തുടങ്ങാം. എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ? കണക്കൊക്കെ പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? അതെ. എങ്കിൽ ടീച്ചറുടെ ഒരു ചിത്രം കാണിക്കാം, എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ചിത്രം നോക്കിയിട്ട് ഉത്തരം പറയണേ. അപ്പൊ ഇതാണ് ചിത്രം. ചിത്രം കണ്ടോ? എന്താ കാണുന്നേ? ഇവിടെ ഒരു ഭിത്തിയില് ഒരു ഏണി ചാടി വെച്ചിരിക്കുക അല്ലെ. ഇനി ഈ ചിത്രത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും ബഹുഭുജങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ത്രികോണം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതൊരു മട്ടത്രികോണമാണ് അല്ലെ. അതെന്താണ് മട്ടത്രികോണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കിടയിലുള്ള കോണ് 90 ഡിഗ്രി അല്ലെ. അതായത് തറയും ഭിത്തിയും നോക്കുമ്പോൾ അതൊക്കെയിടയിലുള്ള കോണ് 90 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് മട്ടത്രികോണമാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും മട്ടത്രികോണം എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് മട്ടത്രികോണങ്ങളെ പറ്റി അറിയാമെന്ന് പറയാവോ? ഒരാളൊന്ന് പറഞ്ഞേ. ക്ലാസ് നമ്പർ 7 മട്ടത്രികോണങ്ങളെ പറ്റി എന്തൊക്കെ അറിയാം? വെരി ഗുഡ്. മട്ടത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. അവയെ പാദം, ലംബം, കർണം എന്നിങ്ങനെയാണ് വിളിക്കുന്നത്. ഇനി വശങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാമോ? മട്ടത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടുപിടിക്കാൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? പൈതഗോറസ് തത്വം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലെ. കറക്റ്റ്. പറയാവോ എങ്ങനെയാന്ന്? വെരി ഗുഡ്. മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ വർഗം എന്നത് മട്ടത്രികോണത്തിന്റെ പാദത്തിന്റെ വർഗത്തിന്റെയും ലംബത്തിന്റെ വർഗത്തിന്റെയും തുകയായിരിക്കും അല്ലെ. കറക്റ്റ് കേട്ടോ. അതായത് കർണത്തിന്റെ വർഗം സമം പാദത്തിന്റെ വർഗം അധികം ലംബത്തിന്റെ വർഗമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മട്ടത്രികോണം എന്താണെന്നും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാലോ. അപ്പൊ ഈ പ്രത്യേകതകൾ ഉപയോഗിച്ച് ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അവയുടെ ഉത്തരം കണ്ടുപിടിച്ച് പറയണം കേട്ടോ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഈ ചിത്രം കാണുന്നുണ്ടോ? ഈ മട്ടത്രികോണം കണ്ടോ? ഓക്കെ. ചോദ്യം ഇതാണ്. ഈ മട്ടത്രികോണത്തിന്റെ മറ്റു വശങ്ങൾ കണ്ടുപിടിക്കുക. പാദവശം തന്നിട്ടുണ്ട്, ലംബവശവും കണ്ടുപിടിക്കണം, കർണവശവും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാലോ? എല്ലാരും ചെയ്തേ. ബുക്കിൽ എഴുതിക്കേ. ഈ മട്ടത്രികോണം സൈഡിൽ റഫായിട്ട് വരച്ചിട്ട് അതിന്റെ പാദവശം തന്നിട്ടുണ്ട്, ലംബവശവും കർണവശവും കണ്ടുപിടിച്ചേ. ചെയ്തോ? ഒരാളോട് ഞാൻ ചോദിക്കാം എങ്ങനെയാ ചെയ്തെന്ന്. ഓക്കെ. ക്ലാസ് നമ്പർ 30 സ്റ്റെപ്സ് പറഞ്ഞുതരാവോ? എങ്ങനെയാ ചെയ്തെന്ന് പറഞ്ഞുതരാവോ? ഈ മട്ടത്രികോണത്തിന്റെ പാദവശം തന്നിട്ടുണ്ട് അല്ലെ. അത് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. ഓക്കെ. ലംബവശം കിട്ടിയോ? കിട്ടി. ലംബവശം AC ആണ്. AC കണ്ടുപിടിക്കാൻ എന്താ ചെയ്തേ? ഇവിടെ ഈ ത്രികോണത്തിലെ കോണളവുകൾ തന്നിട്ടുണ്ടല്ലേ. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ഇങ്ങനെയാണ് കോണളവുകൾ വരുന്നത്. അപ്പം ഈ ത്രികോണത്തിലെ പാദവശവും ലംബവശവും നോക്കിക്കേ. എങ്ങനെ കിട്ടിയത്? തുല്യമായ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങളാണ് ABയും ACയും അല്ലെ. അതുകൊണ്ട് AC എത്രയാണ്? 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ. വെരി ഗുഡ്. കറക്റ്റ് ആട്ടോ. സിറ്റ് ഡൗൺ. ഓക്കെ. അപ്പൊ നമ്മൾ ലംബവശം കണ്ടുപിടിച്ചു. ഇനി കർണവശം ഞാൻ വേറെ ആളോട് ചോദിക്കാം. ഓക്കെ. ക്ലാസ് നമ്പർ 35 പറയാവോ എങ്ങനെയാ കർണവശം കണ്ടുപിടിക്കേണ്ടതെന്ന്? ഇപ്പൊ നമുക്ക് മട്ടത്രികോണത്തിന്റെ ലംബവശവും കിട്ടി, പാദവശവും കിട്ടി. ഓക്കെ. അപ്പൊ എങ്കിലും കർണവശം എങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചത്? എങ്ങനെയാ കണ്ടുപിടിച്ചത് പറയാവോ? വെരി ഗുഡ്. പൈതഗോറസ് തത്വം അനുസരിച്ച് ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ വർഗം സമം പാദത്തിന്റെ വർഗം അധികം ലംബത്തിന്റെ വർഗമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പം കർണം കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് പാദത്തിന്റെ വർഗം അധികം ലംബത്തിന്റെ വർഗം, അതായത് പാദത്തിന്റെ വർഗത്തിന്റെയും ലംബത്തിന്റെ വർഗത്തിന്റെയും തുകയുടെ വർഗമൂലം കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരുന്നേ? കർണം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ABയുടെ വർഗം അധികം ACയുടെ വർഗം എന്ന് വരും. ഇവിടെ AB എത്രയാണ്? 2 യൂണിറ്റ് ആണ് അല്ലെ. 2 യൂണിറ്റ് ആണ്. ACയും 2 യൂണിറ്റ് ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പില് റൂട്ട് ഓഫ് 2ന്റെ വർഗം അധികം 2ന്റെ വർഗം എന്ന് വരും. എത്ര കിട്ടും? അടുത്ത സ്റ്റെപ്പില് റൂട്ട് ഓഫ് 4 അധികം 4 എന്ന് വരും. പിന്നെ അതിനെ എങ്ങനെ എഴുതാം? 4 അധികം 4നെ നമുക്ക് 4 ഗുണം 2 എന്ന് എഴുതാലോ. ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റെപ്പില് റൂട്ട് ഓഫ് 4 ഗുണം 2 എന്ന് വരും. അതിന് നമ്മൾ എങ്ങനെ എഴുതാന്ന് പഠിച്ചിട്ടുള്ളതല്ലേ. ഈ 4നെ വർഗമൂലത്തിന് പുറത്തേക്ക് എത്തിച്ചാല്
വെരി ഗുഡ്. 2√2 എന്ന് കിട്ടും. ഇങ്ങനെയല്ലേ ഉത്തരം കിട്ടിയത്? 2√2 യൂണിറ്റ്സ് എന്ന് ആൻസർ കിട്ടി അല്ലേ? ഓക്കെ, കറക്റ്റ് ആട്ടോ. സിഡോ. ഇനി ടീച്ചർ നിങ്ങളെ ഒരു 5 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പോവാണ്. ഓരോ 2 ബെഞ്ച് വീതം ഓരോ ഗ്രൂപ്പ് ആട്ടോ. 2 ബെഞ്ച് വീതം ഓരോ ഗ്രൂപ്പ്, അങ്ങനെ 5 ഗ്രൂപ്പ്. ഓക്കെ, ഓരോ ഗ്രൂപ്പിനുമുള്ള ചോദ്യങ്ങൾ ഇപ്പൊ തരും. അപ്പൊ ഓരോ ഗ്രൂപ്പില് ഡിസ്കസ് ചെയ്ത് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ച് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഒന്നാമത്തെ ഗ്രൂപ്പിനുള്ള ചോദ്യം ഇതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന മട്ടത്രികോണം കണ്ടോ? ഈ മട്ടത്രികോണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി കോണളവുകളുള്ള മട്ടത്രികോണമാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഈ മട്ടത്രികോണത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ട്, മറ്റു 2 വശങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. അതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. ഓക്കെ അല്ലേ? നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ഇതിന് ഉത്തരം കണ്ടുപിടിക്കുക. ഗ്രൂപ്പ് 2 ചോദ്യം. ചിത്രത്തിൽ കാണുന്ന മട്ടത്രികോണം കണ്ടോ? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ മട്ടത്രികോണത്തിന്റെയും കോണളവുകള് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ മട്ടത്രികോണത്തിന്റെ മറ്റു വശങ്ങൾ കണ്ടുപിടിക്കുക. ഒരു വശം തന്നിട്ടുണ്ട്, മറ്റു വശങ്ങൾ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ ഗ്രൂപ്പ് ഈ ചിത്രം കണ്ടോ? ഇതും 45, 45, 90 ഡിഗ്രി കോണളവുകളുള്ള മട്ടത്രികോണമാണ്. ഇതിന്റെ 3 വശങ്ങൾ കണ്ടെത്തുക. ഓക്കെ അല്ലേ? ഗ്രൂപ്പ് 4 ഈ മട്ടത്രികോണത്തിലെ 3 വശങ്ങൾ കണ്ടെത്തുക. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ മട്ടത്രികോണത്തിന്റെ ഇതിന്റെ കോണളവുകള് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. 3 വശങ്ങളും കണ്ടുപിടിക്കാലോ. ഓക്കെ. ഗ്രൂപ്പ് 5 ഇതുപോലെ തന്നെ ഈ മട്ടത്രികോണത്തിന്റെ 3 വശങ്ങൾ കണ്ടെത്തണം. എല്ലാവരും ബുക്കിൽ ഇത് എഴുതണം കേട്ടോ. ബുക്കിൽ ചെയ്ത് എഴുതണം. ഗ്രൂപ്പിൽ ചർച്ച ചെയ്തോ? ചെയ്ത് കഴിഞ്ഞോ? എല്ലാ ഗ്രൂപ്പുകാർക്കും ഉത്തരം കിട്ടിയോ? ഇതിന് ഓരോ ഗ്രൂപ്പിനോട് ഇപ്പൊ ചോദിക്കും. എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമേ ഗ്രൂപ്പ് 1 ചോദിക്കാം. അതിനു മുന്നേ നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒരു പട്ടിക രൂപത്തിലായിട്ട് എഴുതാം. ഈ ടേബിൾ കണ്ടോ? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് 4 ഗ്രൂപ്പ് 5 കിട്ടിയിരിക്കുന്ന ത്രികോണങ്ങളും അവയുടെ കോണുകളും നിങ്ങളിപ്പം കണ്ടുപിടിച്ച വശങ്ങളും കൂടെ ഞാൻ ഈ ടേബിളിൽ എഴുതാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പൊ കിട്ടുന്നതെന്ന് പറഞ്ഞു തരണേ. ഗ്രൂപ്പ് 1 ഒരാൾ പറഞ്ഞേ, ഒരാൾ എന്നിട്ട് പറഞ്ഞേ. ത്രികോണം, ഈ ത്രികോണമായിരുന്നു അല്ലെ? അപ്പൊ ഈ ത്രികോണത്തിൽ എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു വശം തന്നിട്ടുണ്ട്, പാദവശം തന്നിട്ടുണ്ട്. എത്രയാണ് പാദവശം? 3 യൂണിറ്റ് ആണ് പാദവശം. ലംബവശം കണ്ടുപിടിച്ചോ? എത്ര കിട്ടി? ലംബവശോ 3 യൂണിറ്റ് തന്നെ കിട്ടി അല്ലെ? കാരണം എന്താണ്? ഇവിടെ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി കോണളവുള്ള ത്രികോണമാണ്. ഈ ത്രികോണത്തില് തുല്യമായ കോണുകൾക്കെതിരെ കിടക്കുന്ന വശങ്ങളാണ് പാദവശവും ലംബവശവും. അതുകൊണ്ട് ഒരെണ്ണം 3 യൂണിറ്റ് ആണെങ്കിൽ അടുത്ത വശവും 3 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ആട്ടോ. ഓക്കെ, ഇനി കർണം കണ്ടുപിടിച്ചോ? കർണം സമം റൂട്ട് ഓഫ് പാദത്തിന്റെ വർഗം അധികം ലംബത്തിന്റെ വർഗമാണ്. ഇവിടെ പാദവും ലംബമായിട്ട് കിട്ടിയിരിക്കുന്നത് 3 യൂണിറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് അതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3ന്റെ വർഗം അധികം 3ന്റെ വർഗം എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പില് കറക്റ്റ് ആട്ടോ. അടുത്ത സ്റ്റെപ്പില് റൂട്ട് ഓഫ് 9 അധികം 9 എന്ന് എഴുതാം. അതിനെ എങ്ങനെ എഴുതി? അടുത്ത സ്റ്റെപ്പില് റൂട്ട് ഓഫ് 9 ഗുണം 2 എന്ന് എഴുതാം. അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 9ന്റെ വർഗ്ഗമൂലത്തിന് പുറത്തേക്ക് എത്തിച്ചെഴുതിയാലോ എങ്ങനെ വരും? 3 റൂട്ട് 2 യൂണിറ്റ് എന്ന് വരും അല്ലെ? 3 റൂട്ട് 2 യൂണിറ്റ് എന്ന് വരും കർണം. അപ്പൊ ഈ മട്ടത്രികോണത്തിന്റെ 3 വശങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ടീച്ചർ ഇവിടെ ഒരു ടേബിൾ കണ്ടോ? ടേബിളിലെ കോളങ്ങള് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 3 അങ്ങനെ എല്ലാ ഗ്രൂപ്പിനും കൊടുത്തിരുന്ന ത്രികോണങ്ങളുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഈ ത്രികോണങ്ങളുടെ കോണുകള് പിന്നെ വശങ്ങള്, അങ്ങനെ ഈ 3 കോളങ്ങളായിട്ട് ഒരു പട്ടിക ഉണ്ടോ? ഈ ടേബിളിലോട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഉത്തരം ഞാൻ എഴുതാൻ പോവാണേ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ത്രികോണം ഇതാണ്. കോണുകൾ ഏതൊക്കെയായിരുന്നു? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആയിരുന്നു കോണുകള്. വശങ്ങളോ എത്ര കിട്ടിയത്? നമുക്ക് വശങ്ങൾ എഴുതുമ്പോ പാദം, ലംബം, കർണം ഈ ഓർഡറിൽ അങ്ങ് എഴുതിയേക്കാം. ഓക്കെ, പാദം എത്രയായിരുന്നു? 3 യൂണിറ്റ് ആണ്. ലംബവോ അത് 3 യൂണിറ്റ് ആണ്. കർണം 3 റൂട്ട് 2 യൂണിറ്റ് ആണ് കർണമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർ അത് ടേബിളിൽ എഴുതി. സിറ്റ് ഡൗൺ. ഇനി നമുക്ക് ഗ്രൂപ്പ് 2 ചോദിക്കാം. ഗ്രൂപ്പ് 2 ഒരാള് അവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം പറഞ്ഞേ. നിങ്ങൾ തന്നിരിക്കുന്ന മട്ടത്രികോണം ഇതായിരുന്നു. അതിന്റെ പാദവശം
4 യൂണിറ്റ് അല്ലേ? പാദവശം 4 യൂണിറ്റ് ആണ്. ലംബവശം കണ്ടുപിടിച്ചോ? എത്ര കിട്ടി? 4 യൂണിറ്റിന് തന്നെ കിട്ടി. കാരണം എന്താ? ഒരു ത്രികോണത്തിലെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അപ്പൊ ഇവിടെ ലംബവശവും പാദവശവും 45 ഡിഗ്രി ആയിട്ടുള്ള കോണുകൾക്കെതിരെ അടക്കുന്ന വശങ്ങളാണ്. അതുകൊണ്ട് അവ തുല്യമാണ്. ഓക്കെ, കറക്റ്റ് ആട്ടോ. ഇനി കർണം കണ്ടുപിടിച്ചോ? കർണം എങ്ങനെ ചെയ്തു? പൈതഗോറസ് തത്വം അനുസരിച്ച് വെരി ഗുഡ്. കർണം സമം റൂട്ട് ഓഫ് പാദത്തിന്റെ വർഗം അധികം ലംബത്തിന്റെ വർഗമാണ്. പാദവും ലംബവും എത്രയാണ്? 4 യൂണിറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് കർണം സമം റൂട്ട് ഓഫ് 4ന്റെ വർഗം അധികം 4ന്റെ വർഗം നേടും. അതിനെ എങ്ങനെ ചെയ്തേ? അടുത്ത സ്റ്റെപ്പ് എന്താ? റൂട്ട് ഓഫ് 16 അധികം 16 സമം അതിനെ എങ്ങനെ എഴുതി? റൂട്ട് ഓഫ് 16 ഗുണം 2 എന്ന് എഴുതാം അല്ലെ? ഇനി എന്താ ചെയ്തേ? 16നെ വർഗമൂലത്തിന് പുറത്തേക്ക് എത്തിക്കുമ്പോ 4 റൂട്ട് 2 എന്ന് കിട്ടും അല്ലെ? അപ്പം കാരണം 4 റൂട്ട് 2 യൂണിറ്റ് കിട്ടി. കറക്റ്റ് ആട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ? ഓക്കെ, ഇനി ടേബിളിൽ എഴുതാവേ. ഗ്രൂപ്പ് 2 കിട്ടിയ ത്രികോണം ഓർമ്മയുണ്ടല്ലോ? അതിന്റെ കോണുകൾ എത്രയൊക്കെ ആയിരുന്നു? 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആയിരുന്നു. വശങ്ങളോ? പാദം 4 യൂണിറ്റ്, ലംബം 4 യൂണിറ്റ്, കർണം 4 റൂട്ട് 2 യൂണിറ്റ്. ഓക്കെ, അപ്പൊ ടേബിളില് എഴുതി. ഇനി നമുക്ക് ഗ്രൂപ്പ് 3യോട് ചോദിക്കാം. ഒരാൾ എന്നിട്ട് ആൻസർ പറഞ്ഞേ. നിങ്ങൾ തന്നിരിക്കുന്ന മട്ടത്രികോണം ഇതായിരുന്നു. പാദവശം 5 യൂണിറ്റ് ആയിട്ടുള്ള മട്ടത്രികോണമായിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നത്. അതിന്റെ ലംബവശം കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. എത്രയാ കിട്ടിയേ? 5 യൂണിറ്റിന് തന്നെ കിട്ടിയല്ലേ? കാരണം പറയാവോ? ഒരു ത്രികോണത്തിലെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ പാദവശവും ലംബവശവും 45 ഡിഗ്രി കോണുകൾക്കെതിരെയാണ്. അതുകൊണ്ട് അവ തുല്യമാണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി കർണം കണ്ടുപിടിച്ചോ? പൈതഗോറസ് തത്വം ഉപയോഗിച്ച് ചെയ്തു. ഓക്കെ, എങ്ങനെയാ ചെയ്തത് പറഞ്ഞു തന്നെ? കർണം സമം റൂട്ട് ഓഫ് പാദത്തിന്റെ വർഗം അധികം ലംബത്തിന്റെ വർഗം സമം ഇവിടെ പാദവും ലംബവും 5 ആയതുകൊണ്ട് റൂട്ട് ഓഫ് 5ന്റെ വർഗം അധികം 5ന്റെ വർഗം. എങ്ങനെ എഴുതി? റൂട്ട് ഓഫ് 25 അധികം 25 സമം റൂട്ട് ഓഫ് 25 ഗുണം 2 സമം മാറ്റി എഴുതിയോ? 5 റൂട്ട് 2 എന്ന് കിട്ടി. അപ്പം കാരണം 5 റൂട്ട് 2 എന്ന് വന്നു. ഈ ടേബിളിൽ എഴുതാം. ഗ്രൂപ്പ് 3ക്ക് കിട്ടിയിരിക്കുന്ന മട്ടത്രികോണം ഇതാണ്. അപ്പം ഇതിന്റെ കോണുകൾ ഏതൊക്കെയാണ്? 45 ഡിഗ്രി 90 ഡിഗ്രിയാണ് ഈ മട്ടത്രികോണത്തിന്റെ കോണുകള്. വശങ്ങള് പാദം 5 യൂണിറ്റ്, ലംബം 5 യൂണിറ്റ്, കർണമോ 5 റൂട്ട് 2 യൂണിറ്റ്. ഓക്കെ, അത് എഴുതി. സിറ്റ് ഡൗൺ. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത ഗ്രൂപ്പിനോട് ചോദിക്കാം. ഒരാൾ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന മട്ടത്രികോണത്തിന്റെ പാദവശം 6 യൂണിറ്റ് ആയിരുന്നു. ലംബവശം കണ്ടുപിടിച്ചോ? എത്ര വന്നു? 6 യൂണിറ്റ് കിട്ടി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കാരണം പറഞ്ഞേ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങള് തുല്യമാണ് ഒരു ത്രികോണത്തിന്റെ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. കർണം എത്രയാണ് വന്നത്? എങ്ങനെയാ ചെയ്തേ? പൈതഗോറസ് തത്വം ഉപയോഗിക്കുമ്പോ കർണം സമം റൂട്ട് ഓഫ് പാദത്തിന്റെ വർഗം അധികം ലംബത്തിന്റെ വർഗം. ഇവിടെ പാദവും ലംബവും 6 യൂണിറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് റൂട്ട് ഓഫ് 6ന്റെ വർഗം അധികം 6ന്റെ വർഗം സമം റൂട്ട് ഓഫ് 36 അധികം 36 സമം എങ്ങനെ എഴുതി? റൂട്ട് ഓഫ് 36 ഗുണം 2 എന്ന് എഴുതി. നമ്മൾ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നുള്ളൂ കേട്ടോ. അതിന് മാറ്റി എഴുതിയോ? 6 റൂട്ട് 2 എന്ന് എഴുതി അല്ലേ? അപ്പൊ നമുക്ക് കർണം 6 റൂട്ട് 2 യൂണിറ്റ് എന്ന് കിട്ടി. ടീച്ചർ ഇവിടെ ടേബിളിൽ എഴുതാം. ഗ്രൂപ്പ് 4ന്റെ അല്ലായിരുന്നോ? അപ്പം ടേബിളിൽ എഴുതുമ്പോൾ കോണുകൾ എത്രയൊക്കെയായിരുന്നു? 45 ഡിഗ്രി 90 ഡിഗ്രി, വശങ്ങള് പാദം 6 യൂണിറ്റ്, ലംബം 6 യൂണിറ്റ്, കർണം 6 റൂട്ട് 2 യൂണിറ്റ്. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഡൗൺ. ഇനി ലാസ്റ്റ് ഗ്രൂപ്പിനോട് ചോദിക്കാം. ഒരാൾ ഇതിന്റെ ആൻസർ പറഞ്ഞേ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മട്ടത്രികോണം ഇതായിരുന്നു. അതിന്റെ പാദവശം 7 യൂണിറ്റ് ഉള്ളതായിരുന്നു അല്ലെ? ലംബവശം കണ്ടുപിടിച്ചോ? എത്ര കിട്ടി? 7 യൂണിറ്റ് തന്നെ കിട്ടി. 7 യൂണിറ്റ് കിട്ടുകയെന്ന് വെച്ചാല് എങ്ങനെയാ വന്നേ? കാരണം പറഞ്ഞേ. ഒരു ത്രികോണത്തിലെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. ഇവിടെ പാദവശവും ലംബവശവും 45 ഡിഗ്രി കോണുകൾക്കെതിരെ ഉള്ളതാണ്. അതുകൊണ്ട് 7 യൂണിറ്റ് അവ തുല്യമാണ്. 7 യൂണിറ്റ് തന്നെ കിട്ടി. കർണം കണ്ടുപിടിച്ചോ? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്തല്ലേ? സ്റ്റെപ്പ് പറഞ്ഞു തരാവോ? കർണം സമം റൂട്ട് ഓഫ് പാദത്തിന്റെ വർഗം അധികം ലംബത്തിന്റെ വർഗം സമം പാദവും ലംബവും 7 യൂണിറ്റ് ആണ്. അതുകൊണ്ട് റൂട്ട് ഓഫ് 7ന്റെ വർഗം അധികം 7ന്റെ വർഗം സമം റൂട്ട് ഓഫ്
√49 അധികം 49. അതിന് എങ്ങനെ എഴുതി? √49 ഗുണം 2 എന്ന് എഴുതി. മാറ്റി എഴുതിയോ? മാറ്റി എഴുതിയപ്പോൾ 7√2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കർണം 7√2 എന്ന് കിട്ടി. ഞാനിവിടെ ടേബിൾ എഴുതാം. ഇവർക്ക് കൊടുത്തിരിക്കുന്ന മട്ടത്രികോണത്തിലെ ഗ്രൂപ്പ് 5 കൊടുത്തിരിക്കുന്ന മട്ടത്രികോണത്തിന്റെ കോണുകൾ ഏതൊക്കെയായിരുന്നു? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആയിരുന്നു. വശങ്ങളോ? പാദം 7 യൂണിറ്റ്, ലംബം 7 യൂണിറ്റ്, കർണം 7√2 യൂണിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ടേബിള് മൊത്തം എഴുതിയല്ലേ? മൊത്തം പൂരിപ്പിച്ചു. ഇനി ഈ ടേബിളില് ടീച്ചർ ഒരു കോളം കൂടെ വരയ്ക്കാൻ പോവാണ്. ലാസ്റ്റ് കോളത്തില് ഇപ്പൊ നമ്മൾ ഈ 5 ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം കണ്ടുപിടിച്ചല്ലോ. ഇനി അവസാനത്തെ ഈ കോളത്തില് ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ വശങ്ങൾ എടുത്തിരിക്കുന്നത് പാദം, ലംബം, കർണം ഈ ഓർഡറല്ലേ. അപ്പൊ നമുക്ക് അംശബന്ധവും അതേ ഓർഡറിൽ തന്നെ എടുക്കാം. പാദം ഈസ്റ്റു ലംബം ഈസ്റ്റു കർണം എന്ന ഓർഡറിൽ തന്നെ നമുക്ക് ഇതിന്റെ അംശബന്ധം ഒന്ന് കണ്ടുപിടിച്ച് ഈ അവസാനത്തെ കോളത്തിൽ എഴുതാം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന മട്ടത്രികോണത്തിലെ വശങ്ങൾ എത്രയായിരുന്നു? 3 3 3 എന്നായിരുന്നു അല്ലെ. പാദം, ലംബവും കർണവും കിട്ടിയത്. അവയുടെ അംശബന്ധമോ 3:3:3 ആണ്. അതിനെ ചുരുക്കി എഴുതാവോ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:1:2 എന്ന് കിട്ടും. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ത്രികോണത്തിലെ വശങ്ങൾ എത്രയായിരുന്നു? 4 യൂണിറ്റ് 4 യൂണിറ്റ് 4√2 ആയിരുന്നു. അംശബന്ധമോ ഓക്കെ 4:4:4√2 ആണ്. അവയെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 1:1:2 എന്ന് എഴുതാം. മൂന്നാമത്തെ ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന മട്ടത്രികോണത്തിലെ വശങ്ങള് 5 5 5√2 യൂണിറ്റ്സ് വെച്ചിട്ടായിരുന്നു അല്ലെ. അപ്പൊ അവയുടെ അംശബന്ധമോ 5:5:5√2 ആണ്. √2 ആണ്. അവയെ ചുരുക്കി എഴുതുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1:1:2 എന്ന് വരും. നാലാമത്തെ ഗ്രൂപ്പിലോ വശങ്ങള് 6 6 6√2 ആയിരുന്നു. അംശബന്ധം എടുക്കുമ്പോൾ 6:6:6√2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:1:2 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ഗ്രൂപ്പില് അഞ്ചാമത്തെ ഗ്രൂപ്പിന്റെ വശങ്ങളോ ത്രികോണത്തിന്റെ വശങ്ങള് 7 7 7√2 യൂണിറ്റ്സ് ആയിരുന്നു അല്ലെ. അവയുടെ വശങ്ങളുടെ അംശബന്ധം എടുക്കുമ്പോൾ 7:7:7√2 എന്ന് വരും. അവയെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1:1:2 എന്ന് കിട്ടും. അപ്പൊ നമ്മള് ഈ പട്ടിക മൊത്തം പൂരിപ്പിച്ചല്ലേ. ഇനി ഈ പട്ടിക ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. എല്ലാ കോളങ്ങളും കോളത്തിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ജനറൽ ആയിട്ട് പറയാൻ പറ്റുമോ? ഒരു പൊതുവത്തെ രൂപീകരിക്കാൻ പറ്റുമോ നോക്കിക്കേ. പറയാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമ്മൾ 5 ത്രികോണങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ ത്രികോണങ്ങളുടെയും കോണുകള് വെരി ഗുഡ്. കോണുകളെല്ലാം 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണ്. അപ്പൊ അവയുടെ വശങ്ങള് വശങ്ങളുടെ അംശബന്ധം 1:1:2 ആയിരിക്കും അല്ലെ. അതായത് പറയുമ്പോൾ എങ്ങനെ വരാം? കോണുകള് 45 ഡിഗ്രി 90 ഡിഗ്രി ആയ ഏത് ത്രികോണത്തിലെയും വശങ്ങളുടെ അംശബന്ധം 1:1:2 ആയിരിക്കും. കറക്റ്റ് ആട്ടോ. വെരി ഗുഡ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പൊതുവക്കം. അപ്പൊ മനസ്സിലായല്ലോ. ഇത് ഉപയോഗിച്ചിട്ട് ചോദ്യം തരട്ടെ, ചെയ്യാവോ? ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ABC എന്ന മട്ടത്രികോണത്തിന്റെ ലംബവശം കണ്ടുപിടിക്കണം. ഇവിടെ ABC എന്ന മട്ടത്രികോണം കണ്ടില്ലേ? അതിന് ലംബവശം കണ്ടുപിടിക്കണം. എങ്ങനെയാ ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാലോ. 45 ഡിഗ്രി 90 ഡിഗ്രി കോണളവുള്ള മട്ടത്രികോണമാണ്. കർണം 3√2 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് പഠിച്ച പൊതുവത്ത് ഉപയോഗിച്ച് എല്ലാവരും ബുക്കിലൊന്ന് ചെയ്തേ. കിട്ടിയോ? ഓക്കെ, ഞാൻ ഒരാളോട് ചോദിക്കാം. ക്ലാസ് നമ്പർ 18 എങ്ങനെ ചെയ്തെന്ന് പറയാവോ? ഈ ത്രികോണത്തിലെ കോണളവുകള് 45 ഡിഗ്രി 90 ഡിഗ്രി ആയതുകൊണ്ട് അവയുടെ വശങ്ങള് വെരി ഗുഡ് 1:1:2 എന്ന അംശബന്ധത്തിലായിരിക്കും. അതുകൊണ്ട് ലംബവശം കണ്ടുപിടിച്ചോ? എത്രയാ വന്നേ? 3 യൂണിറ്റ് എന്ന് കിട്ടിയ അല്ലെ. എങ്ങനെയാ വന്നത്? ഇവിടെ കർണം 3√2 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലംബവശവും പാദവശവും എത്രയായിരിക്കണം? 3 യൂണിറ്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് 3:3:3√2 എന്ന് വരത്തുള്ളൂ. നമുക്ക് 1:1:2 എന്ന അംശബന്ധത്തിൽ കിട്ടണ്ടേ. അതുകൊണ്ട് കർണം 3√2 യൂണിറ്റ് ആണെങ്കിൽ ലംബവശവും പാദവശവും 3 യൂണിറ്റ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ ഈ പൊതുത്വം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹോംവർക്ക് ചോദ്യമുണ്ട്. 45 ഡിഗ്രി 90 ഡിഗ്രി കോണളവുള്ള ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശം 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ മറ്റ് രണ്ട് വശങ്ങളും കണ്ടുപിടിക്കുക. പക്ഷെ കണ്ടുപിടിക്കുമ്പോൾ പൈതഗോറസ് തത്വം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഇന്ന് പഠിച്ച പൊതുത്വം ഉപയോഗിച്ചിട്ട് ഈ മട്ടത്രികോണത്തിന്റെ മറ്റ് രണ്ട് വശങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നാളെ വരുമ്പോൾ ഹോംവർക്ക് ചോദ്യങ്ങൾ ചെയ്തിട്ട് വരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.